എന്ന് തന്നെ ഞാൻ പറയും. സത്യം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓരോ പ്രേക്ഷകനും അല്ലെങ്കിൽ ഓരോ സഹപാഠികൾക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും തീർച്ചയായും. അത് ഞാൻ അങ്ങേയറ്റം ഈശ്വരനാണ് നന്ദി പറയുന്നത്. കാരണം എന്നെ ഇതുവരെ ഇങ്ങനെ ഈ ഒരു അവസരം വരെ കൊണ്ടെത്തിച്ച തമ്പുരാന് തന്നെയാണ് ഞാൻ നന്ദി പറയുക. അപ്പോൾ ഈ സമയം എന്നത് എല്ലാവർക്കും തുല്യമാണ് അല്ലേ? ടീച്ചർ, ഈ കുട്ടികളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോ ഇവിടെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ +2 ലെവലിലുള്ള കുട്ടികളാണല്ലോ. ഇപ്പൊ +2 ലെവലിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. ചിലവരുടെ കൗമാര പ്രായമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് സ്വപ്നങ്ങള് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രായവും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെല്ലാം ആ സ്വപ്നങ്ങളുടെ ചിറകുകൾ വിരിച്ച് പറന്നു പോകുന്ന ഒരു പ്രായത്തിൽ തീർച്ചയായും മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അടിയന്തരമായിട്ട് പല കാര്യങ്ങളും വളരെ സൈലന്റ് ആയിട്ടും അല്ലാതെയും വീക്ഷിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ മക്കളുടെ ചിന്താഗതികൾ, മക്കളുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കരിയർ പോലും ഒരു പക്ഷേ ബിൽഡപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയവും കൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത്, അതായത് +2 കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ എന്താകണമെന്ന് അവരെ ആഗ്രഹിക്കുന്ന തലത്തിൽ അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ അവിടെ ഒപ്പം നിൽക്കേണ്ട ഒരു സമയമാണ് ഈ +2 കാലഘട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ സമയം എന്നത് 3 തവണ 4 തവണ ടീച്ചർ പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളും ഈ സമയമായി എന്ന ചാനലിന്റെ പേര് ചൂസ് ചെയ്യാനും കാരണം. സമയം എന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ആ വിലപ്പെട്ട ആ വാക്കിനെയാണ് ഞങ്ങൾ ചാനലിലേക്ക് ഞങ്ങളുടെ ടൈറ്റിലാക്കി മാറ്റിയത്. അപ്പോൾ ടീച്ചർ പറയും, ഞാനിത് പെട്ടെന്ന് ഇത്രയും ഒരു 4 തവണ ടീച്ചർ സമയം എന്നതിന് സൂചിപ്പിച്ചു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയണം തോന്നിയത്. അതെ, സമയമായി എന്നത് പറഞ്ഞോളൂ ടീച്ചർ, കണ്ടിന്യൂ. അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് ഒരു കുഞ്ഞ് ഇപ്പോ അവൻ വളരെ ആലോചിച്ചെടുത്തിട്ടായിരിക്കും ഈ സമയത്ത് അച്ഛൻ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു കരിയറിലോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്ന ഒരു സമയവും കൂടെയാണിത്. മാത്രമല്ല അവന്റെ ചിന്തകളൊക്കെ ആ ഒരു ലെവലിലേക്ക് വളരുന്ന ഒരു കാലഘട്ടം. അപ്പൊ തീർച്ചയായിട്ടും ചില മാതാപിതാക്കൾ പറയും, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലല്ലോ, എനിക്ക് നിന്നെ ഈ ലെവലിലോട്ട് വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൻ ചിന്തിക്കും ഏതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണോ മാതാപിതാക്കൾ പറയുന്നതാണോ ശരി എന്നുള്ളത് അവൻ ആ സമയത്ത് ആലോചിക്കും. പലപ്പോഴും എനിക്ക് കാണാൻ ഞാനൊരു പാരന്റ് ആണല്ലോ. അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം പിന്നെ പല മാതാപിതാക്കൾക്കും കുട്ടികൾ അങ്ങനെ ആയാൽ കൊള്ളാം, ഇങ്ങനെ ആയാൽ കൊള്ളാം, പക്ഷെ അവൻ ചിന്തിക്കുന്ന ഒരു പക്ഷെ ആ തലത്തിലായിരിക്കില്ല. അവന് മറ്റെന്തോ വലിയ ആഗ്രഹം അവന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മാതാപിതാക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മാതാപിതാക്കൾക്ക് അതൊരു വലിയൊരു ഡിഗ്രഡേഷൻ പോലെ തോന്നുന്ന ഒരു കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, മാതാപിതാക്കളുടെയും സൊസൈറ്റിയുടെയും ഓവർ വിഷൻ അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. ശരിയല്ലേ? തീർച്ചയായും. ഓവർ വിഷൻ ഒരിക്കലും ആരും ആഗ്രഹിക്കത്തില്ല. നമുക്ക് ഓക്കെ കെയർ വേണം, പക്ഷെ ഓവർ വിഷൻ അത് വിഷമെന്ന് പറയും. നമുക്ക് തന്നെ അത് ഇഷ്ടപ്പെടാതെ എന്തിനാ എന്നെ എപ്പോഴും അവിടെ പോകാൻ ശ്രമിക്കുന്നില്ല, ഇവിടെ പോകാൻ ശ്രമിക്കില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഓവർ വിഷൻ കുറച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊരു എൻജോയ്മെന്റ് ആണ്. എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയാണെന്ന് അമ്മ എന്നെ വിളിച്ചു ചോദിച്ചല്ലോ, അച്ഛൻ ചോദിച്ചല്ലോ എന്നൊരു വല്ലാത്തൊരു ഫീലാണത്. പക്ഷെ ഓവർ വിഷൻ ആകുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാകും. അല്ല, ഇന്ന് ഏറെക്കുറെ പാരന്റ്സ് എല്ലാം ഓർമ്മയുള്ളവരാണ്. അതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. പാരന്റ്സ് എല്ലാം കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് അവന്റേതായിട്ടുള്ള കഴിവിനെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഇൻജക്റ്റ് ആണ്. ക്രിക്കറ്റ് കളിക്കും മോനെ, പാട്ട് പാടും മോനെ, അല്ലേ? പാരന്റ്സിന്റെ ആഗ്രഹങ്ങൾ, അവരുടെ ആഗ്രഹം. അച്ഛൻ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാരനായിരിക്കും, ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും. മകനെ ക്രിക്കറ്റ് കളിക്കുക, അവൻ ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കില്ല അവന്റെ ഇഷ്ടം. അവിടെ നിന്ന് മാറുകയാണ് അവന്റെ. ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റും, ഒത്തിരി കുട്ടികളുണ്ട്. കാരണം പക്ഷെ എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ വിഷൻ അനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെ വില കൊടുത്താലും എല്ലാ രീതിയിലും അല്ല, എന്നാലും കുറച്ചൊക്കെ കാരണം അങ്ങനെ അല്ലെന്നേ. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കാളും അറിയും.
തീർച്ചയായും ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് ഇന്ന് ലോകം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളെക്കാൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്ന കുട്ടികൾ. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രക്ഷിതാക്കളായാലും അവരെക്കാളും കുട്ടികൾ വളരുന്നു. ഈ കുഞ്ഞു പ്രായത്തിലെ അവർ വളരുന്നു മീൻസ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചു. ടീച്ചർ വന്നത് പുസ്തകങ്ങളുടെ ലോകത്ത് നിന്നാണ്, പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഇന്റർനെറ്റിന്റെ ലോകത്താണ്. രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് എന്നും പറയാം. അപ്പൊ അത് കാരണം ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇങ്ങനെ പല പല ആംബിഷൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഉയരാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ മാതാപിതാക്കൾ അതിന് പലപ്പോഴും വിലങ്ങുതടിയാകുന്നു. സ്വാഭാവികമായിട്ട് അവന് മാനസികമായി വിഷമം തോന്നുന്നു. പക്ഷെ അങ്ങനെ ആകരുതെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മാതാപിതാക്കൾ കേൾക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം അവസാനം വരെയും കുഞ്ഞുങ്ങളോടൊപ്പം എന്ത് വില കൊടുത്തും അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കണം. ഞാനൊരു മാതാപിതാക്കളോട് ടീച്ചർ, ഞാനൊരു പേരൻ്റാണ്. ഞാൻ എൻ്റെ കുട്ടിയുടെ കഴിവുകൾ ഞാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. അവളോട് ചോദിക്കുന്നേക്കാളും അല്ലെങ്കിൽ മകനോട് ചോദിക്കുന്നേക്കാളും അവരെന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് കുഞ്ഞുപ്രായം മുതൽ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പോൾ അത് അവരുടെ സാഹചര്യങ്ങൾക്ക് നമ്മൾ താങ്ങുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിലൂടെ പോകും. ഇപ്പം ഞാൻ എന്താണ് ഏതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ അതാണ് ഒരു പേരൻ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പേരൻറ്റിൻ്റെ ഇഷ്ടത്തിന് അവരോട് മോളെ നീ പടം വരയ്ക്കരുത്, മോനെ നീ ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റ് തന്നെയാണ്. കൊച്ചിൻ്റെ ഇഷ്ടം നിങ്ങൾ അനുവദിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ കുട്ടി നിങ്ങളോടുള്ള ബന്ധം കുറയുന്നത് മാത്രമല്ല അവന് അവൻ്റെതായിട്ടുള്ള ലെവലിൽ വളരാൻ സാധിക്കില്ല. ഒരു തൊഴിലെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപനം എങ്ങനെയാണ് ഈ അധ്യാപനത്തിലോട്ട് വന്നത്, അതുപോലെ അവരെ ആഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടാവും. തീർച്ചയായിട്ടും അവന്റെ മനസ്സിനകത്ത് ഒരു സ്പാർക്കും ഉണ്ടാവും. അപ്പൊ അതിനെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ടീച്ചറെ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മടുപ്പില്ല, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അടിച്ചേൽപ്പിക്കുന്നത് എപ്പോ വീട്ടിൽ എത്താമെന്നും പറഞ്ഞിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഇപ്പൊ രണ്ടിനും രണ്ട് വ്യത്യാസമാണ്. ഇതാണ് ഞാൻ കണ്ടിടത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനുള്ള വ്യത്യാസം. അല്ല, ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മാതാപിതാക്കള് കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ രീതികൾ മനസ്സിലാക്കി, അവരുടെ ചിന്തകൾ മനസ്സിലാക്കി കഴിയുന്നത്ര അവരോടൊപ്പം സപ്പോർട്ടീവായിട്ട് നിന്ന് കുഞ്ഞുങ്ങളെ അവരെ എത്തിക്കാനുള്ള പരിശ്രമം തന്നെ മാതാപിതാക്കൾ. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയായിരിക്കണം എന്നാണ് ടീച്ചറിന്റെ ഒരു അഭിപ്രായം? നല്ല ചോദ്യം. ആരോഗ്യകരമായ നല്ലൊരു ബന്ധം എപ്പോഴും സൂക്ഷിക്കണം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം ഞാനത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലേഡി ടീച്ചറിനെ സംബന്ധിച്ച് ഒരു അമ്മയും മകനും പോലെ, അല്ലെങ്കിൽ ഒരു അമ്മയും മകളും പോലെ, അല്ലെങ്കിൽ ഒരു സാറെന്നുള്ള നിലയ്ക്ക് സാറിന് സ്വന്തം കുഞ്ഞുങ്ങളെ ഞാൻ മനസ്സിലാക്കുന്ന ഇത് തന്നെയാണ്. അതായത് നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാലും ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയല്ല എന്ന് തോന്നിയാൽ നമ്മൾ ആ ക്ലാസ്സിൽ നിൽക്കാൻ യോഗ്യനല്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം കുട്ടികളും അധ്യാപകനും തമ്മിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളോടും ഞാനത് എല്ലായ്പ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഒരേ സമയത്ത് അത് ഗ്രഹിക്കണമെന്നില്ല. ആ സമയത്ത് നമ്മൾ കുറേ ക്ഷമയോടുകൂടെ കുട്ടികളത് പാഠഭാഗങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ആ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാവണം. അവൻ എന്തും അധ്യാപകനോട് തുറന്നു പറയാൻ, അല്ലെങ്കിൽ അധ്യാപികയോട് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കുഞ്ഞിനുണ്ടാവും. കാരണം നമ്മളൊക്കെ അങ്ങനെയാണ് വന്നത്. നമ്മുടെ അധ്യാപകർ അങ്ങനെയായിരുന്നു. വർഷങ്ങളായിരുന്നാലും ഈ ബന്ധം നിലനിൽക്കണം. വർഷങ്ങളോളം. കാരണം ഇന്നും നമ്മുടെ കുട്ടികള് ഈ +2 കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരാദ്യം വരാൻ വെമ്പുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അവന്റെ +2 ക്ലാസ്സിലേക്കാണ്. അവന്റെ ടീച്ചറിനെ കാണാനാണ്. എടാ എന്താ ഇന്ന് പോയില്ലേ, ക്ലാസ്സിൽ പോയില്ലേ, കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇന്ന് ഇവിടെ വന്നിട്ട് പോകാം എന്ന് പറയുന്ന തലത്തിലേക്ക് കുട്ടികളുടെ ബന്ധം വളർന്നിട്ടുണ്ട്. അവരുടെ ആവശ്യത്തിന് മാത്രം ആ ടീച്ചേഴ്സിനെ ഉപയോഗിക്കാണ്ട് മുന്നോട്ടുള്ള ബന്ധം ആവശ്യത്തിനല്ല. അയ്യോ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല് അവർക്ക് ആ റിലേഷൻഷിപ്പ് അവർ അങ്ങനെ നല്ല ബന്ധമാണെങ്കിൽ അവർക്ക് അത് എന്നും ഓർമ്മ പുതുക്കാൻ ആഗ്രഹിക്കും. കുഞ്ഞുങ്ങളുടെ ഒരു നല്ല കാര്യം വരുമ്പോഴും അവരുടെ ഒരു നല്ലൊരു ആവശ്യങ്ങൾ വരുമ്പോഴും അവർ ഓടി വരുന്നത് അവരുടെ കാര്യങ്ങൾ നടക്കാനല്ല,
അതെല്ലാം നമ്മളെ അറിയിക്കാൻ. ഇപ്പോൾ ഒരു അഡ്മിഷൻ ആയാലും ഒരു ഗ്രാജുവേഷൻ ആയാലും ഒരു പോസ്റ്റ് പറഞ്ഞു ഗ്രാജുവേഷൻ വന്നാൽ ആയാലും എന്ത് കാര്യങ്ങൾ ബന്ധങ്ങളുടെ വാല്യൂ അറിയാന്നുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അത് നടക്കത്തില്ല. ഇല്ല. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ പോലും മാനേജർ പറഞ്ഞൊരു കാര്യം എന്നെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ഞാൻ പോലും അറിയാതിരുന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ മാനേജറുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞത് കാര്യം ഇതായിരുന്നു. ടീച്ചറിന്റെ പഴയ സ്റ്റുഡൻസ് ആണ്. ടീച്ചറിന് അല്ലേ ടീച്ചർ, ആ കുട്ടികൾ ഇപ്പോഴും ടീച്ചറിനെ ഈ രീതിയിലൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ആ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികളെ പലപ്പോഴും നമ്മളോട് തന്നെ പറയാറുണ്ട്, എൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ എല്ലാമാണ് എന്ന് പറയുന്നത് കേൾക്കാനുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞ് നമുക്ക് ചെറുതാക്കാൻ സാധിക്കില്ല. അത്രത്തോളം അതൊരു സംഭവമാണ്. കാരണം അങ്ങനെ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ വരാതെ ഞാൻ കതർ മണ്ഡപത്തിൽ കയറില്ല എന്ന് പറയുന്ന കുട്ടികൾ വരെയുണ്ട്. ടീച്ചർ ഇല്ലെങ്കിൽ ഒരു ദിവസം എന്തോ നഷ്ടപ്പെട്ട പോലെയുള്ള അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ അറിയിക്കുക. പിന്നെ അവിടെ എന്തെങ്കിലും ഒരു നല്ല വിശേഷങ്ങൾ വരുമ്പോൾ ആദ്യം വന്ന് അറിയിക്കുന്നത് അധ്യാപകരെ ആയിരിക്കും. അവർക്കും അതൊരു സന്തോഷമാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ വന്നു, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ വന്നു എന്ന് പറയുമ്പോൾ അത്രയും ഭയങ്കര പ്രിൻസിപ്പൽ എന്നുള്ളതിലേക്കല്ല. ശരിക്കും എന്റെ കുട്ടികൾ എന്നെ കാണുന്നത് ആ പ്രിൻസിപ്പൽ അവർ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെയല്ലേ പരിചയപ്പെടുത്തും. അങ്ങനെയാണ് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ. പക്ഷെ അതിന് മുമ്പ് അവർ പറയുന്നത് എന്റെ ടീച്ചറാണ് എന്നേ പറയുള്ളൂ. മനസ്സിലായത്? എനിക്ക് അത് കേൾക്കാനാണ് ഇഷ്ടം. തീർച്ചയായിട്ടും എനിക്ക് അത് കേൾക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം അവിടെ അധ്യാപികയായിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല NSSന്റെ പ്രോഗ്രാം ഓഫീസറും കൂടെ ആയിരുന്നു ഞാൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളും ഞാനും തമ്മിലുള്ള റാപ്പോർട്ട് അതിനേക്കാളും വളരെ വലുതാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുമായിട്ട് ഒരുപാട് സമയം വ്യക്തിപരമായ രീതിയിൽ മൈക്കിലൂടെ ആരെങ്കിലും നീ എവിടെ പോണ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ആക്ച്വലി ഒരു അനൗൺസ്മെന്റിന്റെ ഭാഗമായി മാത്രം. കുറച്ച് നേരമായിട്ട് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നു. അവിടുത്തെ CCTV ഈ മൈക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണുണ്ട്. എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം ഇതിലൂടെ കണ്ടിട്ടാണ് ഞാൻ ഉടനെ ഒരാളെ വിളിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടാ നീ എവിടെ പോണ എന്നത് തമാശ ചോദിച്ചെങ്കിലും ഇവിടെ കണ്ടില്ലേ, ഇതാണ് സെറ്റപ്പ്. അപ്പൊ ഇതിനകത്തിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് പുറത്ത് എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാനിങ്ങനെ അധികം ഇതിനകത്ത് സമയത്ത് ഇരിക്കാറില്ല. ഞാൻ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. പിന്നെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിലും എന്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെ ഉണ്ട്. ഞാനാണ് ഒരു പ്രിൻസിപ്പലെങ്കിലും ഞാൻ ചോദിക്കും, എടാ സുമേഷ് എവിടെ പോടാ. അത് അവിടെ എല്ലാവർക്കും ചിരിച്ചോണ്ടിരിക്കാനും നേരം ഉണ്ടാവുള്ളൂ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. അങ്ങനെയുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, കുട്ടികളും നമ്മൾ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് അന്ന് മുതൽക്ക് ഇന്ന് വരെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. ഒരു ബന്ധം നിലനിർത്താൻ അയാളുടെ പേര് ഓർമ്മിച്ചിരുന്നാൽ മാത്രം മതി അല്ലേ? പക്ഷെ പല കുട്ടികളുടെയും പേരുകൾ കുട്ടികളുടെ പേര് ആദ്യം പഠിക്കുന്നത് ഞാനാണ്. ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് പഠിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാ കുട്ടികളെയും കിട്ടുന്നില്ല. ഞാൻ ഒരു 2-3 ഡേയ്സിനകത്ത് ഞാൻ എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേര് ഞാൻ ബൈ ഹാർട്ട് ചെയ്യും. അതെന്റെ ഒരു കഴിവാണ്. ഞാൻ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാല് അവരോട് തന്നെ ചോദിക്കും, സുമേഷ് എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അല്ല ചേട്ടാ, സതീഷ്. ഓക്കെ സതീഷ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. പിന്നെ സുമേഷ് പറയടാന്ന് പറയുമ്പോൾ ചേട്ടാ സുമേഷ് അല്ല സതീഷ്. പിന്നെ അത് ഞാൻ 3-ാം തവണ ഇനി ചോദിക്കാനുള്ള അവസരമില്ല. ഞാൻ അതിനെ എൻ്റെ മൈൻഡിൽ ക്ലിയർ ആക്കും. ഇത് ഒരു ഭാഗത്ത് ഞാൻ തെറ്റുപറ്റി തന്നെ പറയുന്നത് മനഃപൂർവ്വം പറഞ്ഞത്, രണ്ടാമത്തെ ഭാഗത്ത് ഇത് എന്റെ വായിന്ന് തെറ്റിപ്പോകുന്നുണ്ട്. അത് എന്തായാലും രജിസ്റ്റർ ആവും, പേര് രജിസ്റ്റർ ആവും അവസാനം. അല്ല, ഇപ്പൊ അത് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ പല കുട്ടികളുടെയും പേരുകൾ മൈൻഡിൽ നിൽക്കാറില്ല. പക്ഷെ നമുക്ക് നല്ല അടുപ്പമുള്ള കുഞ്ഞുങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാ കുട്ടികളുടെയും ഞാൻ പറയാറുണ്ട്, ഞാനിത് ചോദിക്കുന്ന വേറെ വിചാരിക്കില്ല, എനിക്കൊന്ന് രജിസ്റ്റർ ആക്കാനാണ്. അല്ലെങ്കിൽ മറന്നു പോകും. പിന്നെ നാളെ കാണുമ്പോൾ ഇത് പേരെന്താണെന്ന് അന്ന് ചോദിക്കുന്ന തെറ്റാണെന്ന് എനിക്ക് അറിയാമെന്നുള്ളതാണ് ഇന്ന് നിന്ന് സ്ഥിരീകരിച്ചിട്ട് പോകുന്നതായിരിക്കും ഞാൻ പറയും. അപ്പൊ അത് അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്. കാരണം ഇപ്പൊ പല കുട്ടികളുടെയും പേര് പഠിക്കാൻ പ്രയാസമുണ്ട്. കാരണം എല്ലാവരും ഒരുപാട് പേരായിട്ട് സംസാരിക്കുമ്പോൾ അത് നടക്കില്ല. ഞാൻ പറഞ്ഞ എന്റെ ചുരുക്കമുള്ള സർക്കിളാണ് ഞാൻ പറയുന്നത്. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. എല്ലാ കുട്ടികളുടെയും പേര് കറക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും, മനസ്സിലാക്കി വെക്കുകയും ചെയ്യും. ടീച്ചർ, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ ഇപ്പോൾ കൂടി വരുവാണല്ലോ. അപ്പോൾ ഈ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ സ്കൂളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്?
മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കർശനമായ നിർദ്ദേശം. ആ. അത് നമ്മുടെ ഹയർ സെക്കൻഡറി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കൂടെ നിയമം അത് തന്നെയാണ്. കാരണം സ്കൂളുകളിൽ മൊബൈൽ ഫോൺ അനുവദനീയമല്ല, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും. കാരണം കുട്ടികൾ മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും ചെയ്യുക? അവരതൊന്നും നോക്കിയിരിക്കും. പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊന്നും സ്വായത്തമാക്കാൻ അവർക്കൊന്നും സാധിക്കുകയില്ല. അപ്പോൾ അതിൽ നമ്മൾ കർശനമായിട്ട് സ്കൂളിൽ അത് അലോഡല്ല. അഥവാ കൊണ്ടുവന്നാൽ തന്നെയും ആ കുട്ടികളിൽ നിന്ന് അത് വാങ്ങി വെക്കുകയും പാരൻസിനെ സമയോചിതമായി അറിയിക്കുകയും ആ പാരൻസ് വന്ന് ഒന്നുകിൽ അത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അത് ഇവിടെ സൂക്ഷിക്കാൻ പറയും. അത് അവരുടെ എന്താണ് അനുമതിയോട് തന്നെയാണ്, അവരുടെ ലെറ്ററോട് വാങ്ങി ഇവിടെ നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കും. പക്ഷെ ചില പാരൻസ് ചില കുട്ടികൾ എന്ത് ചെയ്യും, അതിന് തിരിച്ചു വേണമെന്നുള്ള കർക്കശമായ സ്വഭാവത്തോടെ നിൽക്കും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അങ്ങനെ പിള്ളേരുടെ ശല്യം കൊണ്ടും പാരൻസ് ചോദിക്കും. പക്ഷെ ചില പാരൻസ് ഒട്ടുമിക്കവാറും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം അവരുടെ കൈ നിൽക്കാതെയാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ തന്നെ പറയും, ടീച്ചർ അത് ഒന്നും കുട്ടികൾക്ക് ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ടീച്ചർ തന്നെ ഇവിടെ സ്കൂളിൽ സൂക്ഷിക്കുക, അവന്റെ കോഴ്സ് കഴിയുമ്പോൾ ടീച്ചർ അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവരത് എഴുതി തരാറുണ്ട് പല പാരന്റ്സും. അപ്പൊ ആ സമയത്ത് അത് കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് പാരന്റ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. കാരണം അവരുടെ ടെക്നോളജി നല്ലത് തന്നെയാണ്, അതിനെ എന്തിനാണ് മിസ്യൂസ് ചെയ്യുന്നത്? പക്ഷെ ടെക്നോളജി നല്ലത് തന്നെയാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ദൂരെ നിന്ന് വരുന്ന കുട്ടികളാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം പ്രദേശവാസികളല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ കയ്യിലിരിക്കുന്നത് ചില സമയത്ത് അത് വളരെ പ്രയോജനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ബസ് കിട്ടിയില്ല, ലേറ്റ് ആയി, അവനൊന്ന് വീട്ടുകാരെ നമ്മൾ വരുന്നവരിക്കും വീട്ടുകാർ കാത്തിരുന്ന ഒരു അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ മാതാപിതാക്കൾക്കും ടെൻഷനാണ്, കുട്ടി വന്നില്ല, എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു, അവര് വിളിച്ച് മൊബൈൽ ഫോൺ കൊണ്ടുള്ള വേറെ ഉപയോഗങ്ങളാണ് കൂടുതൽ. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ നമ്മുടെ കലോത്സവം നടക്കുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ പെർമിഷനോടെ കുട്ടികൾ കൊണ്ടുവരാറുണ്ട്. ടീച്ചർ അറിയുന്നില്ല, മൊബൈൽ ഫോൺ ഒളിപ്പിക്കാൻ പല അവരുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താണെന്നും പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് അവിടെ ആ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അത്രയും പ്രൈവസിയോട്ട് പോകാൻ പറ്റില്ല. അത്രയും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മള് അറ്റ്ലീസ്റ്റ് നമ്മൾ അവനോട് ചോദിക്കുന്നു, അവൻ തരില്ല, ഉണ്ടെങ്കിലും തരില്ല. പക്ഷെ നമ്മൾ അത് ഒന്ന് എല്ലാ സ്റ്റാഫുകളും സ്വന്തം ഹൈജീൻ അവര് നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയും. അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ കൈകടത്താൻ അത് പാടില്ല, അത് തെറ്റ് തന്നെയാണ്. അതിൽ ഒരു സ്കാനർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെയും നമ്മള് ശരിക്കും. പക്ഷെ അത്രത്തോളം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക്. അല്ല, ഞാനിങ്ങനെ മറ്റു സ്കൂളുകളിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞ സംവാദങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത്. നമ്മൾ അത് പത്രത്തിലൂടെയൊക്കെ വായിച്ചറിയാറുണ്ട്, പല സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം, സിറ്റുവേഷൻസ് ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഒരുക്കിയിട്ടുമില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുവരാറില്ല ടീച്ചർ എന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രീ ടൈമിൽ അവർ ഉപയോഗിക്കാറുണ്ട്, പിന്നെയും അത് തിരിച്ചു വെക്കാറുണ്ട്. ടൈമിൽ ഉപയോഗിക്കാതെ അങ്ങനെ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഒരാൾ ഉപയോഗിച്ചാൽ ബ്രേക്കിൽ ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ന്യൂസ് അടുത്ത ആൾ വന്ന് ഇവിടെ പറയും, ടീച്ചർ ഇന്ന ആളുടെ കയ്യിൽ ഇന്ന സാധനം ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഉപയോഗിച്ചാലും നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് അത് ഒരു ഇൻഫർമേഷൻ വരും. അതർവൈസ് അവൻ കൊണ്ടുവന്നാൽ ചില പാരന്റ്സ് പോലും നമ്മളെ വിളിച്ച് പറയണം. എന്നെ ഒത്തിരി പാരന്റ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ അവന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട്. എനിക്ക് ഒരുപക്ഷെ അവനെ അറിയില്ല. ഞാൻ അങ്ങനെ ചോദിക്കും, ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിക്കും, ഈ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ച് ഞാൻ പോകും. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോകാനും പറ്റില്ല, തരികയില്ല. അപ്പൊ അതിന് വേറെ ടാക്ടീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ പറഞ്ഞ വഴികളല്ല, അല്ലാത്ത വഴികളൊക്കെ അപ്പൊ അല്ലാത്ത വഴികളൊക്കെ ഉപയോഗിച്ച് അതൊരു മോശം പേര് കിട്ടും സ്കൂളിന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ 1-2 മൊബൈൽ ഫോണ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പാരന്റ്സിനെ സമയോചിതമായി അറിയിച്ച പ്രകാരം ഒരു ലെറ്റർ മുഖേന എഴുതി തന്നിട്ടുണ്ട്, ടീച്ചർ ഇതിന് കൊടുക്കണ്ട. ടീച്ചറിന് എൻ്റെ ഒരു നമ്മൾ ഈ പറയുന്ന പത്രത്തിൽ അല്ലെങ്കിൽ TV-യിൽ കണ്ട ഒരു കാര്യമാണ്. പണ്ട് വീട്ടിലെത്താൻ 6 മണിയാകുമ്പോൾ ടെൻഷനാണ്. ഇന്ന് ആ ടെൻഷനില്ല. അതെന്തുകൊണ്ടെന്നറിയാം? അമ്മ വിളിക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നു, മക്കളെ എവിടെ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു. ഈ 6 മണിക്ക് എത്തിയില്ല എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്ട് എങ്ങനെയും എത്താൻ ശ്രമിക്കും. ഒരു 6:30 വരെ അവരും ടെൻഷനിലായിരിക്കും. പക്ഷെ അതിനുശേഷം അവരുടെ ടെൻഷനായി. ഇവിടെ വിളിച്ചു പറഞ്ഞു കൂട്ടുകാരൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓക്കെ എന്നാണ് ഇവരുടെ വിചാരം. എന്നാൽ ഇവർ ടെൻഷനിലാണ്, പക്ഷെ അവർക്ക് ടെൻഷനില്ല. അപ്പയുടെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു വലിയൊരു തെറ്റാണത്. അതിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് ടീച്ചർ നന്നായിട്ട് അറിയാം.
പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഞാൻ ഇവിടുത്തെ കാര്യമല്ല അല്ല, പറഞ്ഞത്, ഞാൻ പറയുന്നത് ന്യൂസിൽ കണ്ടെന്നുള്ള കാര്യം പൊതുവെ ഞാൻ ടീച്ചറിന്റെ പറഞ്ഞു. പറയുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങളെ ഇത്ര മണിക്ക് വിടുന്നുണ്ട് സ്കൂളിൽ നിന്ന്, നിങ്ങൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത്ര മണിക്കുള്ളിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തും. ആ സമയത്തിനകത്ത് നിങ്ങൾ എത്തിയിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ബോധരക്ഷണം ഉണ്ട്. എന്താണ് നമ്മളോട് എന്താ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ എന്താ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏകദേശം കുട്ടികളും ആ സമയത്ത് എത്തിയില്ലെങ്കിൽ പാരന്റ്സ് വിളിക്കും. അങ്ങനെ 1-2 ഇൻസിഡൻസ് പേരന്റ് മീറ്റിൽ നിങ്ങൾ അത് അറിയിക്കാറുണ്ട്, നിങ്ങൾ എത്തിയില്ലെങ്കിൽ വിളിച്ചു പറയണം, ഇത്ര സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അറിയിക്കണം. അതല്ല, പിന്നെ അതുപോലെ തന്നെ ഒരു അവിടെ ഒരു തെറ്റുണ്ട്. ഈ കുട്ടി വിളിച്ചു പറയാണ്, അമ്മ ഞാൻ എന്റെ അവിടെ അസൈൻമെന്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പൊ അമ്മയുടെ വിശ്വാസം എന്താ, സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ അവള് അടുത്ത വീട്ടിലാണ്. ഇവിടെ ഒരു കുട്ടി ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് അവനെ വിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജ് നേരത്തെ തന്നെ ഗ്രൂപ്പിനകത്ത് ഇൻഫോം ചെയ്തിരിക്കും, പാരന്റ്സിനെ ഇൻഫോം ചെയ്തിരിക്കും. ഇന്ന ആവശ്യത്തിന് കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്, ഇന്ന കുട്ടികൾ നിൽപ്പുണ്ട്. അതുപോലെ അവർ ഇറങ്ങിക്കഴിഞ്ഞാലും അവർ ഇത്ര മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കുട്ടികൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കാറുണ്ട്. ഒരു CBSE സ്കൂളിൽ ചെയ്യാൻ പാലിക്കേണ്ട എല്ലാവിധ മാനദണ്ഡങ്ങളും ടീച്ചർ ഇവിടെ ചെയ്യുന്നു, നടപ്പാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ടീച്ചറിന്റെ ഞാൻ നമ്മുടെ ഈ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ട് അത് പ്രേക്ഷകർക്ക് അറിയാത്തത് കൊണ്ടും ചോദിക്കുകയാണ്, ടീച്ചറിന്റെ റിട്ടയർമെന്റ് എന്നാണ്? അയ്യോ, ഇറങ്ങാറായപ്പോഴാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. എന്തായാലും ഞാൻ ഈ ഔദ്യോഗികമായിട്ട് മെയ് 31 എൻ്റെ റിട്ടയർമെന്റ് ഡേറ്റ്. മെയ് വരെ ഞാൻ ഉണ്ടാവും. അതുകൂടെ എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഈ സ്കൂളിൽ നിന്ന് ഞാൻ. ശരി, ടീച്ചർ എത്ര വർഷത്തെ പ്രയത്നമാണ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ടോട്ടലി പറഞ്ഞാൽ എനിക്ക് 33 വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. 4 വർഷം ഞാൻ ഹൈസ്കൂളിൽ അധ്യാപികയായി വർക്ക് ചെയ്തിരുന്നു. 28 വർഷം ഹയർ സെക്കൻഡറിയിലെ അധ്യാപികയായി. അതിൽ 26 വർഷം ഇതിലേക്ക്, ബാക്കി പ്രിൻസിപ്പൽ തസ്തികയിലേക്ക്. വളരെയധികം സന്തോഷം. ഒരുപാട് തിരക്കുകളിടയിൽ ഇപ്പോൾ എത്ര പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുവെന്ന് ഞാൻ കാണുന്നുമുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ശ്രീമതി ഉഷാ വർക്കി ടീച്ചറിന്റെ കഴിവ് തന്നെയാണ് അവരെ അവിടെ നിർത്തുക എന്നല്ല, ഒരാൾക്ക് ആ ഡ്യൂട്ടി അസൈൻ ചെയ്തിരിക്കുകയാണ്, ആ ആൾ അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിൽ പവർ എന്ന് പറയും, ആ കഴിവ് തന്നെയാണ്. അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു ദൗത്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉഷ ടീച്ചർ കോളുകൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാത്തിനുമായിട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് സമയമായി എന്ന ചാനലിലേക്ക് പങ്കെടുത്തതിനും ഈ വിലപ്പെട്ട സമയം തന്നതിനും നന്ദി. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനാണ് നന്ദി. ഈ ഒരു സമയം ചോദിച്ച് ഞാൻ വിളിച്ചതിനും നന്ദി. ഓക്കെ, താങ്ക് യു ടീച്ചർ.